വിമർശനം ശക്തമായിരിക്കെ മുഖം രക്ഷിക്കാൻ നീക്കവുമായി SFI. വയനാട് വൈത്തിരി വെറ്റിനറി സർവകലാശാലയിൽ മരിച്ച സിദ്ധാർത്ഥന് ആദരാഞ്ജലികൾ നേർന്ന് CPM-ന്റെയും DYFI-യുടെയും ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതിനെതിരെ കുടുംബവും രംഗത്തെത്തി. മകന്റെ മരണം പോലും SFI രാഷ്ട്രീയ ആയുധമാക്കുന്നുവെന്നും വിമർശനം. വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ SFI നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം നിലനിൽക്കെയാണ് തിരുവനന്തപുരം നെടുമങ്ങാട്ടുള്ള സിദ്ധാർത്ഥന്റെ വീടിന് മുൻപിൽ CPM നേതൃത്വം ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുറ്റക്കാരെ കണ്ടെത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആദരാഞ്ജലികൾ നേർന്നുള്ള ഫ്ലെക്സ് ബോർഡ്. CPM 11-ാം കല്ല് ബ്രാഞ്ച് കമ്മിറ്റിയും DYFI 11-ാം കല്ല് യൂണിറ്റ് കമ്മിറ്റിയും ചേർന്നാണ് ബോർഡ് സ്ഥാപിച്ചത്. എന്നാൽ SFI സിദ്ധാർത്ഥന്റെ മരണശേഷവും മുതലെടുപ്പ് നടത്തുകയാണെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് പ്രതികരിച്ചു. തന്റെ മകൻ ഒരു SFI-യിലും അംഗമായിരുന്നില്ലെന്നും രാഷ്ട്രീയം സിദ്ധാർത്ഥന് താല്പര്യമില്ലായിരുന്നുവെന്നും പിതാവ് വെളിപ്പെടുത്തി. പുറത്തൊരു ബോർഡ് കണ്ടായിരുന്നില്ല നിങ്ങൾ? SFI പ്രവർത്തകനായ സിദ്ധാർത്ഥിനെ മരണത്തിൽ അല്ലെങ്കിൽ കൊലപാതകം അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് ഇവിടെയുള്ള അവർ ചെയ്ത ഒരു പാർട്ടിക്കാർ അത് കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇവിടെ വരുന്ന ഈ കേസോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടണമെങ്കിലോ മീഡിയം സപ്പോർട്ട് കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സപ്പോർട്ട് കിട്ടണമെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ആക്കണം. അത് വേറെ ലെവലിൽ കൊണ്ടുപോകണം. അതുകൊണ്ട് അവന്മാർ തന്നെ ചെയ്തു വെച്ച കാര്യമാണ്. അവന് ഒരു പാർട്ടിയിലും പ്രവർത്തിച്ചിട്ടില്ല. മാത്രമല്ല അവന് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ സമയമില്ല. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് SFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫുൾ ഫോം പോലും അവൻ അറിയില്ലായിരിക്കും. ഞാൻ ചോദിച്ചിട്ടില്ല. അങ്ങനെയുള്ളവരെ SFI പ്രവർത്തകനാക്കി. അവിടെ ഉള്ളവരും ഇവിടെ ഉള്ളവരെല്ലാം ചേർന്ന് അവനെ SFI പ്രവർത്തകനാക്കി. മരണത്തിലും മുതലെടുക്കണ ഈ ചെറ്റകളുടെ ഇതിനപ്പുറം ഞാൻ എന്ത് പറയാനാണ്? SFI-ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുകയും വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ കൂടുതൽ SFI പ്രവർത്തകർ അറസ്റ്റിലാകുന്ന സാഹചര്യത്തിലുമാണ് മുഖം രക്ഷിക്കാനുള്ള ഇടതുപക്ഷത്തിന്റെ തീരുമാനം. എന്നാൽ മരണത്തെ പോലും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന SFI-ക്കെതിരെ വിമർശനവും ശക്തമാണ്. വീടിന് മുന്നിലെ CPM-ന്റെ ഫ്ലെക്സ് ബോർഡ് നീക്കം ചെയ്യണമെന്ന ആവശ്യം കുടുംബം പലതവണ മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും SFI നേതൃത്വം ബോർഡ് സ്ഥാപിക്കുകയായിരുന്നു. ജനം, തിരുവനന്തപുരം.